നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങൾ മാറി നിങ്ങളുടെ ചിന്തകളിലൊക്കെ വലിയൊരു വ്യക്തത കിട്ടാനായിട്ട് പോകുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളതെന്നാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിലേക്കൊരു ബാലൻസ് വന്ന് ചേരുന്ന ഒരു സമയമാണിത്. അതായത് ജോലി, കുടുംബം, ആരോഗ്യം എന്നിവയിലെല്ലാം ഒരേപോലെ ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നതാണ്. കൂടാതെ ശാരീരികമായ അസുഖങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മുക്തി വരുന്നതാണ്. ഒരു പോസിറ്റീവ് ഊർജ്ജം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉള്ളതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. ഇവിടെ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന സൗഹൃദങ്ങളോ ബന്ധങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ തിരികെ നിങ്ങളെ തേടി വരുന്നുണ്ട്. അതായത് നിങ്ങൾക്കിടയിൽ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാനും ക്ഷമിക്കാനും ഒക്കെയുള്ള ഒരു മനസ്സ് രണ്ട് കൂട്ടർക്കും ഉണ്ടാവുന്നതാണ്. അതിലൂടെ അകന്നു പോയ ബന്ധങ്ങൾ വീണ്ടും കൂടിച്ചേരുന്നതാണ്. ഇവിടെ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ, പ്രപഞ്ചത്തിൻ്റെ വലിയൊരു സംരക്ഷണം ഇപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. അതിനാൽ തന്നെ എത്ര താഴ്ചയിൽ നിന്നും മോശം അവസ്ഥയിൽ നിന്നും ആ ഒരു ശക്തി നിങ്ങളെ കൈപിടിച്ചുയർത്തും എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾക്ക് വരാൻ പോകുന്ന മറ്റൊരു അനുഗ്രഹമായിട്ട് കാണുന്നത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് നല്ലൊരു ഫലം വരാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. അതിലൂടെ മറ്റുള്ളവരുടെ അംഗീകാരവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ ഏറെ നാളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോജക്റ്റോ ഒരു ജോലിയോ വിജയകരമായിട്ട് നിങ്ങൾക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിലൂടെ നിങ്ങളുടെ കഴിവിനെ മറ്റുള്ളവർ തിരിച്ചറിയുകയും നിങ്ങളെ പ്രശംസിക്കുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിലേക്ക് വളരെയധികം ധൈര്യം വന്ന് ചേരുന്നുണ്ട്. അതായത് മുമ്പ് പേടികൊണ്ട് നിങ്ങൾ മാറ്റി വെച്ചിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്യാനായിട്ടൊരു ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളിൽ പല ആളുകൾക്കും ആരോടെങ്കിലും സംസാരിക്കുന്ന കാര്യത്തിലായാലും പുതിയ താമസ സ്ഥലത്തേക്കോ ജോലി സ്ഥലത്തേക്കോ അല്ലെങ്കിൽ പുതിയ ഒരു കൂട്ടുകെട്ടിലേക്കോ ഒക്കെ മാറുന്ന കാര്യത്തിലായാലുമൊക്കെ വളരെയധികം ഭയപ്പെട്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇനി നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രവൃത്തിയിലും കാണിക്കാനുള്ള ഒരു ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. കൂടാതെ ഇവിടെ ഈ ഒരു സമയം മറ്റുള്ളവർ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതായത് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി നിങ്ങൾ ഒന്നും തന്നെ ചെയ്തില്ലെങ്കിൽ പോലും നിങ്ങളിലെ പോസിറ്റീവ് എനർജി കൊണ്ട് മറ്റുള്ളവർ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നതാണ്. ഇവിടെ ദൈവാനുഗ്രഹം ഈ ഒരു സമയം നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ ഒരു അനുഗ്രഹത്താൽ നിങ്ങൾക്ക് മുന്നിൽ മറഞ്ഞിരിക്കുന്ന വഴികളൊക്കെ വെളിച്ചത്തിലേക്ക് വരുന്നതാണ്. നിങ്ങളുടെ ആ ഒരു യാത്രയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ പതുക്കെ നീങ്ങാനായിട്ട് തുടങ്ങുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ പ്രപഞ്ചശക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ചുറ്റും പലതരത്തിലുള്ള തർക്കങ്ങളും മത്സരങ്ങളും സംഘർഷങ്ങളും അതേപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ നടക്കാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിലോ ഒക്കെ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം നിങ്ങൾക്ക് ചുറ്റുമുണ്ടായാൽ അവിടെ നിങ്ങൾ അനാവശ്യമായിട്ട് ഒന്നിലും ഇടപെടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെ നിങ്ങളുടെ സംസാരത്തെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുക. ക്ഷമയോടെ ഇരിക്കുക. അങ്ങനെ ചെയ്താൽ വലിയ പ്രശ്നങ്ങൾ നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്നതാണ്. ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് ഏതൊരു മത്സരവും സംഘർഷങ്ങളും നിങ്ങൾക്ക് ചുറ്റും നടന്നാലും അവിടെ അനാവശ്യമായിട്ട് ഒന്നിലും ഇടപെടാതിരിക്കുക എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയുന്ന ഒരു ഘട്ടമാണിത്. അതായത് നിങ്ങളുടെ കഴിവിലും പ്രയത്നത്തിലും ഉള്ള നിങ്ങളുടെ ആ ഒരു വിശ്വാസം വർദ്ധിച്ചു വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളെ തേടി
വളരെ പെട്ടെന്ന് വരാനായിട്ട് പോകുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് കാണുന്നത് ഒരു വലിയ വിജയമാണ്. അത് ഒരു പുതിയ ആശയമോ അല്ലെങ്കിൽ ഏറെ നാളായിട്ട് നിങ്ങൾ കാത്തിരുന്ന ഒരു അവസരമോ ആയിരിക്കാം. അപ്പോൾ അതിലൂടെ നിങ്ങളുടെ ജീവിതത്തിന് കൃത്യമായിട്ടുള്ള ഒരു വഴിത്തിരിവുണ്ടാവും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ വലിയൊരു മാറ്റം തന്നെ സംഭവിക്കാനായിട്ട് പോവുകയാണ്. അതായത് നിങ്ങളെ വേദനിപ്പിക്കുന്നതും നിങ്ങൾക്ക് പ്രയോജനമില്ലാത്തതുമായ ചിന്താഗതികളെ, ബന്ധങ്ങളെയൊക്കെ ഇനിയും പിടിച്ചു നിർത്താതെ അതിനെ പൂർണ്ണമായും ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നുണ്ട്. ഇതിലൂടെ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനും ജീവിതത്തിനും ഒരു പുതുവെളിച്ചം കൈവരുന്നതാണ്. ഇതിലൂടെ ഭാവിയിൽ നിങ്ങൾക്ക് വലിയൊരു സമാധാനം കൈവരുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് മുന്നിൽ അടഞ്ഞു കിടക്കുന്ന സാമ്പത്തിക വഴികളൊക്കെ ഇനി തുറക്കപ്പെടാനായിട്ട് പോവുകയാണ്. അതിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ജീവിതം ഒരു ഉയർച്ചയിലേക്ക് പോകുന്നുണ്ട്. ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന സമാധാനവും സന്തോഷവും അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള ഒരു പുരോഗതി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിക്കാനായിട്ട് തുടങ്ങുന്നതാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും നിങ്ങൾക്ക് സ്നേഹിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ ജോലി, ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് നല്ലൊരു തുടക്കം ഉണ്ടാവുന്നുണ്ട്. ഇവിടെ തീർച്ചയായിട്ടും മാറ്റങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്ന് ചേരുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഭാഗ്യചക്രം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരികയാണ്. ഇവിടെ നിങ്ങൾക്ക് ശത്രുക്കളായിട്ട് നിൽക്കുന്ന ആളുകളുടെ എനർജി കുറഞ്ഞു വരുന്നുണ്ട്. അതായത് നിങ്ങളോട് മത്സരിക്കുന്ന, നിങ്ങൾക്കെതിരെ നിന്ന് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടെങ്കിൽ അത്തരം ആളുകളുടെ എനർജി കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യവും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അതേപോലെ തന്നെ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കൂടാതെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.